ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിലേക്ക് നെറ്റ് വെച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഒന്നൊരു നെറ്റ് ഫാബ്രിക്കും പിന്നെ ഒരു സിൽക്കിൻ്റെ ഒരു ഫാബ്രിക്കുമാണ് എടുത്തിരിക്കുന്നത്. ഈ സിൽക്കിൻ്റെ മെറ്റീരിയലിലേക്ക് ഞാനിവിടെ ഡിസൈൻ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ എംബ്രോയ്ഡറി ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എംബ്രോയ്ഡറി ഫ്രെയിം എടുത്തിട്ട് അതിന് മേലേക്ക് ഈ മെയിൻ ഫാബ്രിക് വെച്ച് കൊടുക്കുക. മെയിൻ ഫാബ്രിക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നെക്കിൻ്റെ പാറ്റേൺ കറക്റ്റ് ആ ഫ്രെയിമിനുള്ളിൽ നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിന് മേലേക്ക് നെറ്റിൻ്റെ ഫാബ്രിക് വെച്ച് കൊടുക്കുക. നെറ്റ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും ഒന്നിച്ച് വെച്ച് വേണം നമ്മൾ ഫ്രെയിം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1/2 മീറ്ററാണ് നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രെയിം നമ്മൾ ഇനി ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മെയിൻ ക്ലോത്തും നെറ്റ് ക്ലോത്തും ഒന്നിച്ച് വലിച്ചു കൊടുത്ത് വേണം നമ്മൾ ഫ്രെയിം ടൈറ്റ് ചെയ്യാൻ. ഇതുപോലെ എല്ലാ വശവും ഒരേപോലെ വലിച്ചു കൊടുത്ത് നമ്മൾ ഫ്രെയിം ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഫിറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് തുടങ്ങാം. ഗോൾഡൻ ചെറി ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഈ നെക്കിൻ്റെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ഈ ചെറി ത്രെഡ് വെച്ചിട്ട് കൊടുത്ത് ഫില്ല് ചെയ്യണം. 2 ലെയറായിട്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ 1 ലെയർ മാത്രമേ കൊടുത്തുള്ളൂ. 1 ലെയർ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ 2 ലെയറായിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഈ നെറ്റ് കട്ട് ചെയ്യുമ്പോൾ ഈ നെറ്റ് ഇളകിപ്പോവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് 2 ലെയറായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നെറ്റ് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നെറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ കുറച്ചുകൂടി നെറ്റ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്താലും പ്രശ്നമില്ല. ഇനി നമുക്കിതിന് പുറത്തുകൂടി ബീഡ്സിൻ്റെ ഒരു ഔട്ട്ലൈനും കൂടി വരും. അപ്പോൾ ആ നെറ്റിൻ്റെ പോർഷൻ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത്രയും ക്ലോസ് ആയി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഒരു ഔട്ട്ലൈനും കൂടി കൊടുത്തു, പിന്നെ ഒരു ബീഡ്സിൻ്റെ ഒരു ഔട്ട്ലൈനും കൂടി കൊടുക്കുവാണ്. നമ്മൾ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 1 mm ബീഡ്, ഒരു ഷുഗർ ബീഡ്, ഒരു 1 mm ബീഡ്, ഒരു ഷുഗർ ബീഡ്സ് അത് വെച്ചിട്ട് ഒരു ലെയറും കൂടി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിൽ വരച്ചിരിക്കുന്ന ഈ മോട്ടീവ്സിലേക്ക് വൈറ്റ് കളറിൽ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാത്തിലേക്കും ഇതുപോലെ സ്റ്റോൺസ് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ബാക്കി ഔട്ട്ലൈനും കൂടി കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 1 mm ബീഡും ഒരു ഷുഗർ ബീഡും യൂസ് ചെയ്തിട്ടാണ് പിന്നീട് ഒരു ലെയറും കൂടി ഫില്ല് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ സ്റ്റോൺസിന് ചുറ്റും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കുകയാണ്. ഷുഗർ ബീഡ്സ് എടുക്കുമ്പോൾ മാക്സിമം 3 എണ്ണം വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ. 3ൽ കൂടുതൽ ഷുഗർ ബീഡ്സ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് പെർഫെക്ഷൻ കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 mm ബീഡ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഔട്ട്ലൈനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ മാംഗോ ഷേപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 mm ബീഡ് വെച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഗോൾഡൻ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 4 mm ബീഡ് യൂസ് ചെയ്തിട്ടാണ് അടുത്തൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നത്.
ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഈ ഷേപ്പിലേക്ക് നമ്മൾ ഒരു 1 mm ബീഡ്, 2 ഷുഗർ ബീഡ് അങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ആ ലീഫ് പാർട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. ലീഫ് പാർട്ടിൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ മാത്രം കൊടുത്തു വെക്കും. അതിനുശേഷം അതിനുള്ളിൽ വരുന്ന ഫില്ലിങ്സ് ഞാൻ സർദോസി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് സൈഡിലായിട്ട് നമ്മൾ ഗ്രീൻ കളറിലെ കുന്തൻസ് ആണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും ഇതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈൻ കൊടുക്കണം. താഴെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കുന്തൻ ബീഡും കൂടി ഉണ്ട്, അതുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ എല്ലാ മോട്ടീവ്സും കംപ്ലീറ്റ് ചെയ്യണം. സെയിം ഇതേപോലെ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിന് മേലെയായിട്ട് സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് ആ ഒരു അളവിൽ എടുത്ത് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ മോട്ടീവ്സിലേക്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ബീഡ്സിൻ്റെ സ്റ്റിച്ച് നമുക്ക് ഈ നെറ്റിൻ്റെ പോർഷനിൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 mm ബീഡ്, 6 ഷുഗർ ബീഡ്, വീണ്ടും ഒരു 4 mm ബീഡ്, 6 ഷുഗർ ബീഡ്സ് അങ്ങനെയാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഷുഗർ ബീഡ്സ് 3 എണ്ണം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നെറ്റ് ക്ലോത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നീഡിൽ നെറ്റിൽ ഉടക്കി അത് കട്ടാകാണ്ട് ശ്രദ്ധിക്കണം. മെയിൻ ക്ലോത്തിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് നെറ്റ് ക്ലോത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെ ഗ്യാപ്പ് കൂടുതലായിട്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ്. ഇത് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഡിസൈൻ മുകളിലേക്ക് വരുന്തോറും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വരുന്ന രീതിയിൽ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ കാണാം, താഴേക്ക് വരുമ്പോൾ നെറ്റിൻ്റെ വീതി കൂടി വരുന്നു, മുകളിലേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് ലെയറാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് ലെയർ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ നെറ്റിൻ്റെ പോർഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം. ഇപ്പോൾ ഞാനിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റോൺ ചെയിന് ചുറ്റുമായിട്ടാണ് നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഗോൾഡൻ സെറി ത്രെഡ് വെച്ചിട്ട് 2 ലെയറായിട്ടാണ് ഔട്ട്ലൈൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സർദോസി യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 2 കളറിലെ സർദോസി ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നൊരു ഗോൾഡനും ഒന്നൊരു ഗ്രീൻ കളറും. ഇതൊരു ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓരോന്നായിട്ട് നമ്മൾ നീഡിൽ കുത്തി ഓരോ സർദോസി അതിൽ കോർത്ത് അതേ പൊസിഷനിൽ തന്നെ തിരിച്ച് കുത്തി കൊടുക്കണം. അപ്പോൾ ഒരു റാ പോലെ ഷേപ്പിൽ നമുക്ക് ആ സർദോസി വളഞ്ഞ് കിട്ടും. അങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം ഓൾട്ടർനേറ്റീവ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ, ഒരു ഗ്രീൻ,
പിന്നെ ഒരു ഗോൾഡൻ, ഒരു ഗ്രീൻ, അങ്ങനെയാണ് ഈ ഡിസൈൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. ഞാൻ ഇതിപ്പോൾ ഈ ഡിസൈൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഡിസൈൻ ഫില്ലായിരിക്കുവാണ്. എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.